ഹലോ ഗായ്സ്, ഹലോ, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് നമ്മളൊരു ക്രോപ്പ് ഫാമാണ് സെറ്റാക്കുന്നത്. ക്രോപ്പ് ഫാം, ഓക്കെ. അപ്പം ഇവിടെയാണ് ഉദ്ദേശിക്കുന്നത്, ഈ കല്ലൊക്കെ നമ്മുടെ അടുത്തുള്ള ബാലൻസ് കല്ലുകൊണ്ട് ഉണ്ടാക്കിയ സംഭവം കേട്ടോ. അപ്പം വേഗം വേഗം പണി തീർക്കുക, കാരണം ഇതിൻ്റെ ലെങ്ത്ത് കൂടുന്നവരും നിങ്ങളുടെ വ്യൂസ് കുറയുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് ലെങ്ത്ത് ഞാൻ കുറച്ചിട്ടാണ് ഇപ്പം വീഡിയോ ഒക്കെ സെറ്റാക്കുന്നത്. അപ്പം ഒരു ചെറിയൊരു ക്രോപ്പ് ഫാം, അതും ഓട്ടോമാറ്റിക്കായിട്ട്, മീൻസ് നമ്മൾ പോയിട്ട് ഇങ്ങനെ എടുത്തെടുക്കൊന്നും വേണ്ട. നമ്മുടെ ഒരു ലിവർ ഉണ്ടാക്കും, തിരിക്കും, നേരെ എല്ലാ സാധനവും നമ്മുടെ ഇതിൽ വന്ന് നിൽക്കും. ചെസ്റ്റ് വെക്കുന്നുണ്ട് അടിയിൽ, ചെസ്റ്റിൽ വന്ന് സെറ്റാവും. അപ്പോൾ അതാണ് സംഭവം. ഉദ്ദേശിച്ച പോലെ നടക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം ഗൈസ്. നേരെ നമുക്ക് മറ്റേ ആ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്, പഞ്ച് പിസ്റ്റൺ ഓക്കെ, പിസ്റ്റൺ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പിസ്റ്റണിൽ നമുക്ക് ഈ ജെല്ലീൻ്റെ മറ്റേ സാധനം വേണം, എന്നാലേ നമുക്ക് ഒട്ടി നിൽക്കുന്ന പിസ്റ്റൺ കിട്ടും. അപ്പം അതിന് ഞാനൊന്ന് താഴോട്ട് പോയിട്ട് ജെല്ലുണ്ടാക്കിയാൽ കറക്റ്റ് മുമ്പിൽ 2-3 ഗൈസ് ചാട്ടപ്പാട്ടാന്ന് അടിച്ചെടുത്ത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്നിനെ കൊല്ലുമ്പോൾ 10,000 എണ്ണമായിട്ടാണ് വരിക, അല്ല 2-3-4 എണ്ണമായിട്ട് വരിക. അയ്യോ ഗൈസ് ഫുള്ള് സോംബി ഉണ്ട്, ഒരു സ്കെലട്ടൺ ഉണ്ട്. ഒക്കെ സ്പീഡാക്കുകയാണ് ഗൈസ്. ചട്ടപ്പട്ടാന്ന് നമുക്ക് പരിപാടി തീർക്കണം. നമുക്ക് നേരെ മുകളിലോട്ട് പോവാം, വീട്ടിലേക്ക് പോവാം. എന്താണ് കയറിട്ട് എത്താത്തത്? അപ്പം ഗൈസ് ഇത് നമ്മൾ പിസ്റ്റൾ എടുത്തിട്ടുണ്ട്, ചേഞ്ച് ചെയ്യാണ്. ഓക്കെ, ചേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1.8 ഒന്നുകൂടി ഇപ്പോൾ ഉണ്ടാക്കണം. ഞാൻ 2 ഉണ്ടാക്കിയിരുന്നു ഗൈസ്, പക്ഷെ ഒന്നും കാണുന്നില്ല. അതെവിടെ പോയി എന്ന് അറിഞ്ഞൂടാ. നമ്മുടെ സാധനമൊക്കെ ഉള്ള റെഡ് സ്റ്റോൺ പൗഡറൊക്കെ ഉള്ളതിനെ കൊണ്ട് സുഖമാണ്. ഇതിവിടെ 4 റെഡിക്ക് പറയുകയാണെങ്കിൽ 6 എണ്ണം അപ്പുറം ഇപ്പുറം വെക്കുകയാണെങ്കിൽ നമുക്ക് സുഖമാണ്. കാരണം ഞാനത് പിന്നെ കേട്ടോ അറിഞ്ഞത്. ആ പിസ്റ്റൺ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ പിസ്റ്റണിൽ മറ്റേ റെഡ് സ്റ്റോൺ പൗഡർ ഇട്ട് ആ സ്വിച്ച് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഓപ്പൺ ആവുക ചെയ്യാം. അപ്പോൾ ഓപ്പൺ ആവുന്ന ടൈമിൽ ഈ വെള്ളം വന്നിട്ട് എല്ലാ ക്രോപ്സും ആ മൂലയിലേക്ക് ഇങ്ങനെ അടിച്ചങ്ങ് നിരത്തി അങ്ങ് കൊണ്ടുപോകും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവം. അതുപോലെ തന്നെ സംഭവം ആവുകയും ചെയ്യും. പക്ഷേ ആ 2 മൂലയിൽ വന്നാണ് നമ്മുടെ സാധനമൊക്കെ നിൽക്കുന്നത്. അപ്പം അവിടെയും കൂടി നമുക്ക് അത് 2 കൂടി വെക്കണം. അത് ഞാൻ പിന്നെയാണ് ഗൈസ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞേരാണ് ഞാൻ അറിയുന്നത് ഗൈസ്. ഇതാ ഗ്ലാസ്സാണ് ഗൈസ്, ഗ്ലാസ് നമുക്ക് കാണുകയും ചെയ്യാം. പിന്നെ വേറൊരു പണി വെച്ചാൽ നമുക്ക് ഇതിൽ എന്താ പറയുക, ഇത് എടുത്തു കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ വിളവെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വിത്തെടുത്ത് വീണ്ടും നമ്മൾ തന്നെ ഇടണം. കാരണം എന്താ പറയുക, വില്ലേജസ് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കയറ്റുന്നില്ല ഗൈസ്, ഡോർ വെച്ച് പൂട്ടും. പക്ഷേ കയറിക്കോട്ടെ, കയറിക്കഴിഞ്ഞാൽ നമ്മളെന്താക്കും, ഫുള്ള് ബ്ലോക്ക് ആക്കും. അപ്പോൾ നമുക്ക് ഈ സ്വിച്ചിനേക്കും എല്ലാ സാധനവും വരും, ഇവിടെ നിറയും. പിന്നെ വെച്ചാൽ ഓല തന്നെ എല്ലാം ആയിക്കോളും. നമുക്കെല്ലാം അവിടെ കളക്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇതിൻ്റെ പുറത്ത് വെള്ളമിട്ടാൽ പകുതി ബ്ലോക്കായി കിടക്കും. അപ്പോൾ ഉള്ളിലേക്ക് ജസ്റ്റ് ഒരടി കുഴിച്ചിട്ട് അവിടെ ഇടാം. അങ്ങനെ തന്നെ ഇപ്പുറവും ഒരടി കുഴിച്ച് അവിടെ വെള്ളം, അത്രേ ഉള്ളൂ. ബ്ലോക്ക് വെക്കാം. അവിടെ വെള്ളം കാണുന്നു, ഇവിടെ ഇല്ലേ നോക്കട്ടെ. ഉണ്ട്. ഓക്കെ, നമുക്കിതാ എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാം. അപ്പോഴത്തേക്ക് നൈറ്റ് ആയിട്ടുണ്ട്. കുറച്ച് പുല്ല് മീൻസ് സീഡിൻ്റെ ആവശ്യമുണ്ട്. അപ്പം അതിന് മുന്നേ ഒരു ഡോർ എടുക്കണം ഗൈസ്. ഒരു ഡോറിൻ്റെ ആവശ്യം കൂടിയുണ്ട് ഗൈസ്. ഈ ഡോറിന് എടുക്കാം. ഈ ഡോറെടുത്ത് ഇതിവിടെ വെക്കാം. ഓക്കെ ഗൈസ്, മോർണിംഗ് ആയിട്ടുണ്ട്, ഞാൻ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഗൈസ് ഇത് വെറുതെ വെച്ചാട്ടോ, ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വിച്ച് വെക്കുന്നു. ഇപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ 2 സ്വിച്ച് വെച്ചിട്ടുണ്ട്, ഒന്ന് അപ്പുറവും ഒന്ന് ഇപ്പുറവും. അത് നമുക്ക് മാറ്റണം ഗൈസ്. ഫസ്റ്റ് തന്നെ കിട്ടിയ പൊട്ടറ്റോ ചടപടാന്ന് എടുത്ത് കഴിഞ്ഞാൽ സീഡ് കിട്ടുമായിരിക്കും, നോക്കാം ഗൈസ്. നമുക്ക് കുറച്ച് സീഡൊക്കെ ഒരു സ്ഥലത്ത് ഞാൻ എവിടെയോ നമ്മുടെ പുല്ല് വണ്ടി ഉണ്ട്, അതവിടെ തന്നെ ഗൈസ്. അതെടുത്തിട്ടുണ്ട്. 20 പുല്ല് കൊടുത്താൽ നമുക്കൊരിത് കിട്ടും. നമുക്കാദ്യം ക്രോപ്പ് ഫാമിങ്ങിലേക്ക് കിടക്കാം. അത് ഫസ്റ്റ് ഉണ്ടാക്കട്ടെ ഗൈസ്. എവിടെ സീഡ് 1 2 3 4 5 അത് സാറിനുള്ളൂ ആകെ. ഇനിയും വേണമല്ലോ ഗൈസ്, ഇനിയും വേണമല്ലോ. നമ്മുടെ അടുത്ത് കുറച്ച് ബോൺസ് ഉണ്ട്. അപ്പോൾ ബോൺസ് എടുത്തിട്ട് ബോൺ പൗഡർ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് ക്രോപ്സ് കിടക്കടാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് സെറ്റാക്കാം. അപ്പോൾ എന്താവും അതിൽ നമുക്ക് കുറച്ച് വിത്തും കിട്ടും. നമുക്ക് നല്ല പുല്ലിൻ്റെ കറ്റപ്പിള്ളുകൾ കിട്ടും. കറ്റപ്പില്ല് എന്ന് പറയും ഇവിടെ. ഓക്കെ, ബോൺ പൗഡർ ഉണ്ടാക്കിയിട്ട് മുകളിലെ ചെസ്റ്റിലും ഉണ്ട് ഗൈസ്. വീടിൻ്റെ മുകളിലൊരു ചെസ്റ്റില്ലേ, മുകളിൽ 2 ചെസ്റ്റ് ഉണ്ടാക്കി, അതിലുണ്ട്. നമുക്ക് അതും കൂടി എടുത്ത് സെറ്റാക്കാം.
നേരെ പോയിട്ട് ഇതും കൂടി വെച്ച് ഓക്കെ ഗൈസ് ഒക്കെ പൊട്ടിച്ചെടുത്ത് വീണ്ടും നട്ടുണ്ട്. ഇനിയിപ്പം എന്താ നൈറ്റ് ആയിട്ടുണ്ട്. ഞാൻ മോർണിംഗ് വന്ന് വീണ്ടും സെയിം ഇത് തന്നെ എല്ലാം എടുക്കുന്നു, ഒക്കെ നടന്നു. ഇനി ഗൈസ് ഇനി ഒരു വെയിറ്റിംഗ് ടൈമാണ് കേട്ടോ ഗൈസ്. എവിടെ നിന്നൊക്കെ കിട്ടുമോ നോക്കട്ടെ ഗൈസ്. ഞാൻ അപ്പുറത്തെ രണ്ട് ആ സ്വീറ്റ് എന്താ പറയുക, സ്വീറ്റ് ബാമ്പു ഇല്ലേ, എന്താ പറയുക ബാമ്പു തന്നെ. അത് കിട്ടിയിട്ടുണ്ട്. അതിനെക്കൊണ്ട് നമുക്ക് പേപ്പർ ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ കുറേ എണ്ണം നമുക്ക് ആവശ്യമുണ്ട്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ഫാം നമുക്ക് സെറ്റാക്കാം ഗൈസ്. ഇതിപ്പം ഓരോന്ന് ക്ലിക്ക് ചെയ്തിട്ട് വേണം, ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്തിട്ട് വേണം രണ്ടും കൂടി പുറത്തേക്ക് വരാൻ. അപ്പം നമുക്കൊരൊറ്റ ഇതിലേക്ക് ആക്കണം. അതിനുള്ള വർക്ക് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനുള്ള വർക്ക് ചെയ്യാം നമുക്ക്. ഒറ്റക്കട്ട പൊട്ടിച്ചാൽ മതി. ഒരൊറ്റക്കട്ട പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ കയറുക. അതൊക്കെ പൊട്ടിച്ചിട്ട് ഇനി നമുക്ക് ഇതിന് മുകളിൽ കയറണം. ഡെഡ് വെച്ചിട്ട് മുകളിൽ കയറിയിട്ട് നമുക്ക് റെഡ് സാം പൗഡർ അവിടെ ഒക്കെ ഇട്ട് കൊടുക്കാം. സ്വിച്ച് വർക്കിങ്ങിലാണ് ഗായ്സ്. ഇതാണ് ഇതിങ്ങനെ ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക്. ഇത് പൊട്ടി ഗായ്സ്. ഈ സ്റ്റോൺ പൊട്ടിച്ചിട്ട് അവിടെ അതിൻ്റെ മുകളിൽ നമുക്ക് റെഡ് പൗഡർ ഇടാം. വർക്കായി. അപ്പോൾ ഇനി ഇവിടെയും കൂടി ഉണ്ടോ? ഗൈസ്, അപ്പോൾ വർക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങ് പൊട്ടിച്ച് കളയാം. ഇനി ഒരു കാത്തിരിപ്പ്, കാരണം ഇത് വലുതാവണം ഗൈസ്. ഇത് വലുതായിട്ട് വേണം വർക്ക് ചെയ്യാവോ ഉണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും വർക്ക് ചെയ്യാണ്ട് നിൽക്കൊന്നുമില്ല. ഇനി ഞാനിത് പൊട്ടിച്ചെടുത്താൽ സീനാണ് ഗൈസ്. കാരണം ഇപ്പം അങ്ങോട്ട് നട്ടിട്ടല്ലേ ഉള്ളൂ. ഇനി കുറച്ചും കൂടി ഉള്ളൂ കേട്ടോ ഗൈസ്. ഒരു 6-8 കള്ളിയും കൂടി നടാനുണ്ട്. അപ്പം എന്തായാലും ഇതൊന്ന് ക്രോപ്സൊക്കെ ഒന്ന് വലുതായിട്ട് നമുക്ക് വരാം ഗൈസ്. അങ്ങനെ ഒരു 2-3 ഡേ കഴിഞ്ഞ് 2-3-4 ഡേ കഴിഞ്ഞ് ഇതാ വലുതായിട്ടുണ്ട്. ഒക്കെ സെറ്റായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ 2 മൂലയ്ക്ക് പോയിട്ട് അടിഞ്ഞടക്കട്ടക്കെന്ന് അവിടെയും കൂടി വെക്കണം, അല്ല ശരിയാവില്ല. ഓക്കെ ഗൈസ്, വർക്കിംഗ് ആണ് ഗൈസ്. 2 ഇതാ വേക്കോട്ട് വന്ന് ഓക്കെ സെറ്റ് ഗൈസ്, സെറ്റ്. ഇതിവിടെ എൻ്റെ പള്ളി ഇത് ഇത് എവിടെ നിന്നാ ഗൈസ് വന്നേ, കണ്ടില്ല. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും നോക്കട്ടെ ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ മഡൊക്കെ ഇവിടെ നേറി. ഇതിൻ്റെ ഉള്ളിൽ 2 പുല്ലുണ്ട്. ഒരു സീഡ് കിട്ടി. 24 സീഡായി. 25 പുല്ല് കിട്ടി ഗൈസ്. ഒരു സീഡ് ഇനിയുടെ ഉണ്ടോ നോക്കട്ടെ ഗൈസ്. ഒരു സീഡ് കൂടി കിട്ടി. 25 സീഡായി. ഓക്കെ, ഇനി എല്ലായിടത്തും നടാം. നൈറ്റായി ഗൈസ്, നൈറ്റായി. ഇവിടെ ഗൈസ് ഒറ്റ ഒന്നുകൂടി കിട്ടണം ഗൈസ്. ഒറ്റ ഒന്നുകൂടി ഗൈസ്. നൈറ്റായിട്ടുണ്ട്. അധികം ഇവിടെ നിന്നാൽ എനിക്ക് പണി കിട്ടും. കാരണം സോംബീസ് ചടപടാന്ന് ഇവിടെ സ്പോൺ ആവുന്നുണ്ട് സൈഡിലൊക്കെ. ഞാൻ കുറേ ടോർച്ച് വെച്ചു ഗൈസ്. എന്നിട്ട് ഇതുണ്ടോ 1 2 എൻ്റെ പള്ളി. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ബൈ.